കണ്ടാൽ ക്യൂട്ടാണ്, എന്നാൽ തൊട്ടാൽ നല്ല പണി കിട്ടും. ബ്ലൂ ഡ്രാഗൺസ് എന്ന കടൽപ്പുഴുക്കളെക്കുറിച്ചാണ് സമുദ്ര ഗവേഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ബെസന്റ് നഗർ ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത്. ഗ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ നീല ഡ്രാഗണുകളുടെ കുത്തേൽക്കുന്നത് കുട്ടികൾക്കും പ്രായമായവരിലും ഗുരുതര പ്രശ്നങ്ങളുണ്ടാക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. സാധാരണഗതിയിൽ പുറംകടലിൽ കാണാറുള്ള ഇവയെ അടുത്തിടെയാണ് ബെസന്റ് നഗറിലെ കടൽത്തീരത്ത് കണ്ടെത്തിയത്. കൊടുങ്കാറ്റോ കനത്ത മഴ തുടങ്ങിയ പ്രതിഭാസങ്ങളെ തുടർന്നാവാം ഇവ കടൽത്തീരത്തേക്ക് എത്തിയതെന്നാണ് വിലയിരുത്തൽ. ഗുരുതരമായ വിഷമുള്ള ഇവയുടെ കുത്തേൽക്കുന്നത് വേദനയ്ക്കും മറ്റു ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു. എൻവയോൺമെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ ശ്രീവത്സൻ രാംകുമാറാണ് തീരമേഖലയിൽ നീല നിറത്തിലുള്ള ഡ്രാഗണുകളെ കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് 50ഓളം നീല ഡ്രാഗണുകളെ ബെസന്റ് നഗറിലെ തകർന്ന പാലത്തിന് സമീപത്തായി കണ്ടെത്തിയത്. ഭൂരിഭാഗം നീല ഡ്രാഗണുകൾ ജീവനോട് കൂടിയവയാണെന്നാണ് രാംകുമാർ പ്രാദേശിക മാധ്യമങ്ങളോട് വിശദമാക്കുന്നത്. സമുദ്രജലത്തിൽ തലകീഴായി കിടക്കുന്ന ഇവയുടെ ചലനത്തിന് സഹായിക്കുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. പൂർണ്ണ വളർച്ചയെത്തിയ നീല ഡ്രാഗണ് ശരാശരി 3 സെന്റിമീറ്റർ വരെയാണ് നീളമുണ്ടാകുക. അനുകൂല കാലാവസ്ഥയിൽ 1 വർഷത്തോളമാണ് ഇവയുടെ ആയുർദൈർഘ്യം. ഇവ ഇരകളാക്കുന്ന ചെറുജീവികളായ പോർച്ചുഗീസ് മെൻ ഓഫ് വാർ എന്നിവയടക്കമുള്ളവയാണ് നീല ഡ്രാഗണുകൾക്ക് വിഷം നൽകുന്നത്. ഇവയുടെ കുത്തേറ്റാൽ കുത്തേറ്റ ഭാഗത്ത് അതികഠിനമായ വേദന, തലകറക്കം, അലർജി, ചുവന്നു തടിക്കൽ, ശരീരം കറുത്തു തടിക്കുക തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ട്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനായിരുന്ന ജോ ജെ ഇവയെ നേരത്തെ കോവളം തീരത്ത് കണ്ടെത്തിയിരുന്നു. കടലിലിറങ്ങുമ്പോൾ ഇവയെ തൊടാൻ ശ്രമിക്കരുതെന്നാണ് ഗവേഷകർ വിശദമാക്കുന്നത്. കടുത്ത ചൂട് അതിജീവിക്കാൻ ഇവയ്ക്ക് സാധ്യതകളില്ലെന്നും അതിനാൽ ഇവ ഏറെക്കാലം ചെന്നൈ തീരത്ത് കാണില്ലെന്നുമാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്.